ഏവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് കുമ്പളങ്ങിയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സെയിൻറ് ജോർജ് പള്ളിയിലാണ് കേട്ടോ. കുമ്പളങ്ങിയിലെ പഴങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സെൻറ് ജോർജ് പള്ളിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര പഴമയും പൈതൃകമൊക്കെ ഒത്തിണങ്ങിയ ഒരു അടിപൊളി പള്ളിയാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും. ഭയങ്കര രസമാണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പൂസ് പള്ളിയിൽ ഓടിലേക്ക് കാണുന്നത്. അപ്പോൾ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ചില പള്ളികളിൽ അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോസിറ്റിവിറ്റി, ദൈവികത നമുക്ക് നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് ശരിക്കും നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോൾ അങ്ങനെയുള്ള ചുരുക്കം ചില എന്താ പറയുക ദൈവികമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ സെയിൻറ് ജോർജ് പള്ളി. തീർത്തും അവിചാരിതമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തുന്നത്. വേറൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഈ വഴി. അപ്പോൾ പള്ളി കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, വണ്ടി ഇവിടെ നിർത്തി പള്ളിയിലേക്ക് കയറി. ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പോസിറ്റീവ് വൈബാണ് ഞങ്ങളെ ഇന്ന് ഈ പള്ളിയിലേക്ക് ആകർഷിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. കുമ്പളങ്ങിയിൽ നിന്നും കണ്ടക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പഴങ്ങാട് സെയിൻറ് ജോർജ് പള്ളി കാണാനായിട്ട് സാധിക്കുന്നത്. ആധുനികവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയൊക്കെ പുറകെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടേത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു തനിമയും ആ ഒരു പൗരാണികതയും ആ ഒരു പൈതൃകവും ചരിത്രമൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള കെട്ടിടങ്ങളും ഇതുപോലെയുള്ള ദൈവികമായ സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോഴത്തേനും എന്താ പറയുക, കേരളത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക അവരുടെ മനസ്സിനെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദാ കാണുന്നതാണ് അൽത്താര. ഇപ്പോൾ പെയിന്റിംഗ് പണി നടക്കുകയാണ് കേട്ടോ അവിടെ. ഞങ്ങളുടെ കുഞ്ഞപ്പൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും എല്ലാം. ആള് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൂസ് എന്ത് ചെയ്യാനാണ് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണണോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരുപാട് സ്ഥലമുണ്ടല്ലോ ഇങ്ങനെ ഓടിക്കളിക്കാനായിട്ട്. പിന്നെന്താ പറയുക, ഇതൊരു ക്രിസ്മസിൻ്റെ സമയമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പരിസരങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എല്ലാം മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എറണാകുളത്ത് ഹൈക്കോർട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇൻഫന്റ് ജീസസ് പള്ളിയായിട്ട് നമ്മുടെ ഈ സെയിൻറ് ജോർജ് പള്ളിയുടെ ഘടനയ്ക്ക് ചെറിയൊരു സാമ്യമുണ്ട് കേട്ടോ.
ഈ രണ്ട് പള്ളികളും കണ്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു LP സ്കൂളും ഉണ്ട്, പിന്നെ കിൻഡർ ഗാർഡനും ഉണ്ട്. പഴയ രീതിയിലുള്ള പണി തന്നെയാണ് സ്കൂളുകൾക്കും. എന്താണ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു സ്കൂളിനോടൊക്കെ സാമ്യം പുലർത്തുന്ന രീതിയിലുള്ള സ്കൂളുകളാണ് കേട്ടോ ഈ രണ്ട് ചെറിയ സ്കൂളുകൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഏവർക്കും ഞങ്ങളുടെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ.